ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ മോർണിംഗിന് ചപ്പാത്തി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ചപ്പാത്തി കുറച്ച് ബാക്കി വന്നു. അപ്പോൾ ഈവനിങ്ങിന് പിന്നെ ചപ്പാത്തി ആയിട്ട് കഴിക്കാൻ തന്നെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചപ്പാത്തി കൊണ്ട് ഒരു നൂഡിൽസ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ബാക്കി വന്ന ചപ്പാത്തികളെല്ലാം റോൾ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ചീനച്ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ട ഒന്ന് നല്ലപോലെ ഒന്ന് ചിക്കി കൊടുക്കുക. മുട്ട ഒന്ന് ചിക്കി എടുക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് മുട്ട ഒന്ന് സെറ്റായി വന്നതിന് ശേഷം അതൊന്ന് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ചീനിച്ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക കേട്ടോ. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാളയിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ പിള്ളേർക്കൊക്കെ ചപ്പാത്തി കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ മോർണിങ്ങിനൊക്കെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഈവനിങ്ങിനും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചായക്കൊരു സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാം. സവാള നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ചേർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർക്കുക എന്നുള്ളത്. അത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ടി വരണം. തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക. തക്കാളിയും ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മുട്ട ഒന്ന് ചിക്കി വെച്ചിരുന്നില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പച്ചമുളക് ചേർത്തില്ലേ, ആ ടൈമിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ എനിക്കത് താല്പര്യമില്ലാത്ത കാരണം ഞാൻ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം മുട്ടയിലും ആ മസാലകളും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കണം കേട്ടോ. ചില കുട്ടികൾക്കൊക്കെ ചപ്പാത്തി കഴിക്കാൻ വളരെ മടിയായിരിക്കും. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തിയില്ല അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് ചേർക്കുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ചപ്പാത്തിയിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചപ്പാത്തി നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ചപ്പാത്തി കൊണ്ട് ഇതൊന്ന് ട്രൈ ആക്കി നോക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.